ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. ഇന്നിവിടെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ, അപ്പോൾ നല്ല നാടൻ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അമ്മ ഉണ്ടാക്കാറുള്ള രീതിയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അമ്മ പണ്ട് കാലത്ത് ഈ ഒരു രീതിയിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ പണ്ട് അമ്മയൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരിക്കും. പുറത്തുനിന്നുള്ള ഇങ്ങനെ ചിക്കൻ മസാലയോ അങ്ങനെയുള്ള മസാലകളൊന്നും ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ മുറിച്ച് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായി ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അതിനുശേഷം നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. അപ്പം നമുക്ക് ഉപ്പും കൂടിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. റെസ്റ്റ് ചെയ്ത് നന്നായിട്ട് അരവൊക്കെ ഒന്ന് ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അരവൊക്കെ പിറക്കി നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കണം. ആ സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ. പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള രീതിയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറിയല്ല, ഒരു തേങ്ങയുടെ പകുതി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഒരു കഷ്ണ സവാള, കുരുമുളക്, ഒരു പിടി കുരുമുളക്, ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ കഷ്ണ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലയോ 1 തണ്ട് കറിവേപ്പിലയോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുരുമുളക് കൂടി ചേർക്കണം കേട്ടോ. ഇത്രയും കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ അരച്ച ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു നാടൻ രീതിയിൽ ഇതുപോലെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ് കണ്ടോ. നല്ല മഴ പെയ്ത് ഇപ്പോൾ ഏകദേശം ഇതാ തോർന്നതാണ്. എന്നാലും മഴ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അടിയിലുള്ള തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളർ വരണം, അധികം കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ തീരെ ആവാതിരിക്കാനും പാടില്ല. ഇതാണ് കറക്റ്റ്, എന്താ പറയുക, ഒരു പാകം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിൽ, അതൊന്ന് വറ്റിക്കോട്ടെ. അതൊക്കെ വറ്റിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു 3-4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളക് കേട്ടോ, ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്തിട്ട് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇല്ലെങ്കിൽ ഇളക്കി നമ്മളെ കൈ കഴക്കും. അപ്പോൾ അതിനുള്ള ടിപ്പാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നന്നായി വഴന്ന് വരണത്രേ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ സവാള ഈ ഒരു പരുവമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വലിയ പച്ചമുളക് കേട്ടോ, നല്ല എരിവില്ല പച്ചമുളകാണ്. ഇപ്പോൾ കടയിലൊക്കെ ഇങ്ങനത്തെ പച്ചമുളകാണ് കിട്ടുന്നത്. മുമ്പൊക്കെ ആ നീളമില്ല സാധാ പച്ചമുളകാണെങ്കിൽ ഇപ്പോൾ ഈ കൊണ്ടാട്ട മുളകാണ് അധികം കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു പച്ചമുളക് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല എരിവും ഉണ്ടാകും. നല്ല കറിയിലൊക്കെ ചേർത്താൽ നല്ല രുചിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ കൂടുതൽ സവാള ചേർത്ത് കഴിഞ്ഞാൽ സവാള ഉള്ളി എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ കണ്ണൂർക്കാർക്ക് ഉള്ളി സവാള ഉള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളിക്ക് സവാള അങ്ങനെയൊക്കെ പറയാറ്. നമുക്ക് കുഞ്ഞുള്ളി വലിയുള്ളി അങ്ങനെയാട്ടോ നമ്മൾ പറയാറ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണെന്നറിയാം, അനുവാണ് കേട്ടോ. വല്ലപ്പോഴും അനുവിനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പിറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും രണ്ടാളും തമ്മിൽ ഇടയ്ക്ക് യുദ്ധമെല്ലാം നടക്കുന്നുണ്ട്, രണ്ടാളും ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ രണ്ടാളും അടുക്കളയിൽ നിന്ന് ചുറ്റിത്തിരിയലാണ്. നമ്മൾ അച്ചൂട്ടൻ കുറേ എന്നെ ഹെൽപ്പ് ചെയ്തു, അടിച്ചു വാരാൻ, പാത്രം കഴുകാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടൻ ബാക്കിലേ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അടുപ്പിനടുക്കൊന്ന് കളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ടിട്ടുണ്ട്. എന്തായാലും ചിക്കൻ കറി അവനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കുട്ടിയല്ലേ. അപ്പോൾ അനു ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ചിക്കൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. തീരെ വെള്ളം ചേർക്കാണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് ചിക്കൻ അടിക്ക് പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വേവണം കേട്ടോ. ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുത്ത തേങ്ങ കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഗ്രേവി ഉണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നന്ന കുറവാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുറച്ചുകൂടെ നമുക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ തേങ്ങ അരച്ച് വറുത്തരച്ച കറിയാകുമ്പോൾ നമ്മളിപ്പം കുറച്ച് കഴിയുമ്പോൾ നന്ന കട്ടിയായി പോകും. അതുകൊണ്ടാണ് കുറച്ച് ലൂസ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് ഗരം മസാല ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു മണത്തിനും വേണ്ടി ഞാൻ കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ നന്നായി ചേർത്ത് കൊടുത്ത് ഇപ്പം നമ്മുടെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമുക്കിതിലേക്ക് ഇനി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നാടൻ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവർ മസാല, പാക്കറ്റ് മസാലകളൊന്നും ഇതിൽ ചേർക്കാണ്ട് നല്ല പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.